പെരിയ കൊലക്കേസിലെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സഹോദരിമാരാണ് നമുക്കൊപ്പം. കൃപേഷിൻ്റെ സഹോദരി കൃഷ്ണപ്രിയ, എങ്ങനെയാണ് ഈ വിധി പ്രസ്താവത്തെ കാണുന്നത്? 14 പേർക്ക് ശിക്ഷ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 10 പേര് ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതിൽ വിഷമമുണ്ട്. നല്ല ഞങ്ങളുടെ പ്രതീക്ഷ 24 പേർക്കും തക്കതായ ശിക്ഷ കിട്ടണം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഏട്ടന്മാരെ നഷ്ടപ്പെട്ടു, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെയും നാട്ടുകാരുടെയും പ്രസ്ഥാനത്തിൻ്റെയും കടമ തന്നെയാണ്. പക്ഷെ അതിൽ 14 പേർക്ക് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. വലിയ സങ്കടകരമായിരുന്നല്ലോ ഈ പിന്നിട്ട വർഷങ്ങളൊക്കെ. അമ്മയെ ആശ്വസിപ്പിക്കലും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, പെൺകുട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് 2 പേർക്കും? അതെ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അവർ എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അവർക്ക് മക്കളെ നഷ്ടമായി, അപ്പോൾ മക്കൾക്ക് നീതി കിട്ടണം എന്നുള്ളത് അവരുടെയും കൂടി ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പോഴും അവർ കണ്ണീരോടെ പ്രാർത്ഥനയാണ് തക്കതായ പൂർണ്ണമായ നീതി കിട്ടണമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയോടുള്ള പ്രതികരണം? ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ കോടതി വരാന്തയിലേക്ക് കയറി വന്നത്. ഞങ്ങൾക്ക് എതിരായൊരു വിധി മനസ്സിൽ പോലും കണ്ടിട്ടില്ല. എന്തായാലും യാഥാർത്ഥ്യം സത്യം ഒരിക്കലും സത്യമല്ലാതാവുകയില്ലല്ലോ. ഞങ്ങൾ കൃത്യമായ എവിഡൻസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കോടതിയിൽ വന്ന അനുഭവമുണ്ട്. അതൊക്കെ വെച്ച് നോക്കി ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു വിധി തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധി തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് പൂർണ്ണമായും തൃപ്തരല്ല, എന്നാലും കോടതിയെ ബഹുമാനിക്കുന്നു. കോടതി പറഞ്ഞത് 14 പ്രതികളാണ് കുറ്റവാളികൾ. ഇപ്പോൾ നിലവിലുള്ളതിൽ 10 പ്രതികളെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 10 പേരും ഈ കൊലക്കേസിൽ നേരിട്ടോ അല്ലാതെയോ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യം എന്നുള്ള ഒരു ഇത് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവരും കൂടി ഇതിൽ പ്രതി ചേർക്കപ്പെടണമായിരുന്നു. അതിനുള്ളൊരു സങ്കടമുണ്ട്. എന്നിരുന്നാലും 14 പേർക്ക് തക്കതായ ശിക്ഷ തന്നെ 3-ാം തീയതി കോടതി വിധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രതികൾ ഇതിൽ കുറ്റവാളികളാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഈ നിയമ പോരാട്ടം ഞങ്ങൾ. ശരത് ലാലിൻ്റെ സഹോദരി അമൃതയാണിത്. എങ്ങനെയാണ് ഇത്രയും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തെ ഇതുവരെ മറികടന്നു വന്നത്? മറികടന്നു എന്ന് പറയാനായിട്ടില്ല. ഒരിക്കലും അത് ഞങ്ങൾക്ക് മറികടക്കാനാകുന്ന ദുഃഖവുമല്ല. അല്ല, ഒരിക്കലും അത് നമുക്ക് മറികടക്കാനാവില്ല. കാരണം നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ ഇനി അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ശിക്ഷ, കുറ്റവാളികൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കുക. ഇനി ഇത്തരത്തിലുള്ളൊരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുക. ഞങ്ങൾക്ക് അത് മാത്രമേ ഇനി ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. കണ്ണീര് പറ്റാത്ത ഈ സാഹചര്യത്തിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച നിലപാടാണ് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സഹോദരിമാർ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.